പ്രധാന വാർത്തകളിലേക്ക്. ബീഹാറിൽ നാടകീയ നീക്കങ്ങൾ. ഗവർണറെ കാണാൻ സമയം തേടി നിതീഷ് കുമാർ. ബി.ജെ.പി. പിന്തുണയോടെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സൂചന. നിയമസഭാ കക്ഷിയോഗം നിതീഷ് കുമാറിന്റെ വസതിയിൽ ചേരുന്നു. രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ ഇന്ന് പുനരാരംഭിക്കും. പര്യടനം കടന്നുപോവുക. വടക്കൻ മേഖലയിലെ വികസന പരിപാടികളുടെ ഉദ്ഘാടനത്തിന് മമതയും എത്തും. നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമെന്ന ആകാംക്ഷയിൽ ഇന്ത്യ മുന്നണി. ഗവർണറുടെ സുരക്ഷ CRPF നൽകിയിട്ടും സംസ്ഥാനത്തെ അറിയിക്കാതെ കേന്ദ്രവും രാജ്ഭവനും. ഗവർണർക്കെതിരെ രാഷ്ട്രീയ പോര് ഘടിപ്പിക്കാൻ CPIM. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ പ്രധാന അജണ്ട. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സമരവും ചർച്ചയാകും. മോദി അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തിന്റെ കടം കുത്തനെ കൂടിയെന്ന് സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകരൻ. രാജ്യത്തിന്റെ പുരോഗതിയിലല്ല, ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിലാണ് മോദി സർക്കാരിന്റെ ശ്രദ്ധ. നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് കൂടിയായ പ്രഭാകരന്റെ വിമർശനം പുരോഗമന കലാസാഹിത്യ സംഘം വേദിയിൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ഡാനിയൽ മെദ്വേദേവ് യാനിക് സിന്നറെ നേരിടും. സിന്നർ ആദ്യ ഗ്രാൻഡ് സ്ലാം ഫൈനൽ യോഗ്യത നേടിയത് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചു.